ഏറെ പ്രതിഷേധങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഇപ്പോൾ 4-ാം ദിവസം ദുരന്തബാധിതരെ സന്ദർശിക്കാൻ പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തിയത്. ചില സ്ഥലങ്ങൾ ഒഴിവാക്കിയ കാര്യം നമ്മൾ കേട്ടു. ഇനി മുഖ്യമന്ത്രി എത്തുമ്പോഴും ക്യാമ്പുകളിൽ ദുരിതക്കാഴ്ചയായിരുന്നു അവിടെയും കാണാൻ കഴിഞ്ഞത്. അതേസമയം മഴക്കെടുതിയിൽ പൊറുതിമുട്ടിയ ജനങ്ങളുടെ വിഷയങ്ങളോട് പരിഹാസത്തോടെയായിരുന്നു മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ പ്രതികരണം. മാത്രമല്ല, മുന്നൊരുക്കങ്ങൾ ക്രമീകരിക്കാനുള്ള സമയം ലഭിക്കും മുമ്പേ മഴയെത്തി എന്ന വിചിത്രവാദവും വി ഡി സതീശൻ നിരത്തി. നമുക്ക് കാണാം സമഗ്രതയിൽ ആ റിപ്പോർട്ട്. 2018 മഹാപ്രളയത്തിന് സമാനമായ സാഹചര്യമാണ് റാന്നിയിൽ ഉണ്ടായത്. തൊട്ടുപിന്നാലെ ആറന്മുളയും തിരുവല്ലയും പ്രളയത്തിൽ മുങ്ങി. എന്നിട്ടും മുഖ്യമന്ത്രി വി ഡി സതീശനെത്താൻ 4 ദിവസം വേണ്ടിവന്നു. വൈകിയെത്തിയിട്ടും ജനങ്ങളുടെ ദുരിതത്തോട് മുഖ്യമന്ത്രി പരിഹാസത്തോടെയാണ് പ്രതികരിച്ചത്. സർക്കാർ മലപ്പുറം ക്ലിയർ ചെയ്യാത്തൊരു കേസ് ചോദിക്കട്ടെ. മലപ്പുറം ഞാൻ ചോദ്യം ചോദിക്കുകയാണ്. സർക്കാർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. കോഴഞ്ചേരി നീർവാളകത്ത് സ്ഥലം പറയാം. രാവിലെ ബൂത്ത് പ്രസിഡന്റിന്റെ വീട്ടിൽ പോയല്ലേ? ബൂത്ത് പ്രസിഡന്റ് വീഡിയോ ഇട്ടതാണ്. അല്ല, അങ്ങനെ പരിഹസിക്കാതെ അതിന് മറുപടി പറഞ്ഞില്ല. ചെട്ടിമുക്കി ക്യാമ്പിൽ ഏത് ക്യാമ്പിൽ എവിടെയാണ് പരാതി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പരിഹരിക്കും. 133 ക്യാമ്പുകളും 6400 പേരും നിൽക്കുകയാണ്. അത് CPM-കാര് പറഞ്ഞാലും ആര് പറഞ്ഞാലും പരിഹരിക്കും. തിരുവല്ലയിലെയും ആറന്മുളയിലെയും ക്യാമ്പുകളിൽ നിന്ന് വലിയ പരാതികളാണ് ഉയരുന്നത്. കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് അടക്കമുള്ളവരാണ് വിമർശിച്ചത്. നമ്മുടെ അധികാരികളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ നമുക്കറിയാം, ക്യാമ്പിലോട്ടായാലും ഇതുവരെ ഒരു സാധനം പോലും ഇവിടെ എത്തിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് വളരെ ദയനീയം. ഒരു കുടിവെള്ളം പോലും കിട്ടാൻ പറ്റാത്ത അവസ്ഥയാണ്. 5 ദിവസമായിട്ട് ഈ വാർഡിലെ കറണ്ടില്ല. 5 ദിവസമായിട്ട് കാരണം ആലോചിക്കണം. ധാരാളം കുട്ടികൾ, രോഗികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. നമുക്കറിയാം, എല്ലാ വാർഡിലും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് വളരെ ദുരിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാർഡാണ്. അധികാരികൾ അത് എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സഹായം എത്തിക്കാനുള്ള ഒരു സഹായം, രോഗികൾക്ക് വെളിയിലോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥ, ഒരു വല്ലാത്ത ദുരിതാവസ്ഥയിൽ കിടക്കുന്ന ഒരു വാർഡാണ്. അപ്പോൾ എന്തെങ്കിലും അടിയന്തര സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ വളരെ 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 ഇവിടെ കുറേ ചെറുപ്പക്കാർ, ജാതി മത രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ചെറുപ്പക്കാരുടെ അവരുടെ സന്നദ്ധ പ്രവർത്തനം കൊണ്ടാണ് വാർഡിലെ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ സന്ദർശനം പ്രഹസനമാണെന്ന് ക്യാമ്പിൽ കഴിയുന്നവർ പറയുന്നു. അത് ഇവിടെ ആറന്മുള വന്നെന്ന് പറഞ്ഞു. ഇവിടെ ഇതുവരെ ഞങ്ങൾ കണ്ടില്ല. ആറന്മുള കണ്ട് വന്നെന്ന് പറഞ്ഞു. അത് പ്രഹസനമല്ലാതെ വേറൊന്നും അല്ലല്ലോ. ഇപ്പം ഇത് പ്രഹസനമല്ലാതെ വേറൊന്നും, വെള്ളപ്പൊക്കമായാലും ഭരണമായാലും പ്രഹസനം തന്നെയാണ്. അത് വളരെ കൃത്യമാണ്. പ്രളയം സംബന്ധിച്ച വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്നതിൽ വീഴ്ച പറ്റിയെന്ന ആരോപണം നിലനിൽക്കെയാണ് ക്യാമ്പുകളിലും അലംഭാവം സംസ്ഥാന സർക്കാർ തുടരുന്നത്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.